ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും സൈനികർക്ക് വളരെയേറെ ബഹുമാനം കൊടുക്കുന്നുണ്ട്. നമ്മൾ വളരെ പ്രൗഡായിട്ട് നമ്മളെ സൈനികർക്ക് നമ്മൾ വളരെ ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്ന ആളുകളാണ് സൈനികർ. കാരണം എന്താ, രാജ്യ സുരക്ഷ നൽകുന്നത് അവരാണ്. നമ്മൾ ഇത്രത്തോളം ടെൻഷൻ ഇല്ലാതെ, ഒരുവിധ ടെൻഷനോ പ്രയാസമില്ലാതെ നമ്മൾ രാത്രി സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുന്നത് രാജ്യം സുരക്ഷയ്ക്കായിട്ട് അഹോരാത്രം ഊണും ഉറക്കം ഒഴിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സൈനിക നിര. അതുകൊണ്ട് തന്നെ ലോകത്ത് അല്ല, രാജ്യത്ത് അവർക്ക് അതിലേറെ ബഹുമാനിക്കുന്ന ഒരു മേഖലയാണ് സൈനികർ. പക്ഷേ അതുപോലെ നമ്മളും ബഹുമാനിക്കപ്പെടേണ്ട ആളുകളാണ്. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ വളരെ പ്രൗഡായിട്ട് പറയണം, ഞാനൊരു ഡയറക്ട് സെല്ലറാണ്. കാരണം അവർ നമ്മളെ രാജ്യ സുരക്ഷയ്ക്ക് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ രാജ്യ സമ്പദ് വ്യവസ്ഥയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, വളരെയേറെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ വെക്കുന്ന ഓരോ പ്രോഡക്റ്റിനും ടാക്സ് പേയ്മെന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വാങ്ങുന്ന ഓരോ ഇൻകത്തിനും നിങ്ങൾ TDS കട്ടിയിട്ട് സർക്കാരിന് ടാക്സ് അടക്കുന്നുണ്ട്. ഈ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ വലിയ ആരോഗ്യ മേഖലയിലായിക്കോട്ടെ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ അറിയാതെ ഭാഗവാക്കാവുന്നു എന്നുള്ളതാണ്. അപ്പോ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഒരു സോപ്പും പേസ്റ്റും ചീർപ്പും വെക്കുന്ന ഒരു ബിസിനസ് അല്ല ഇത്. വളരെ പ്രൗഡായിട്ട് രാജ്യ നന്മയ്ക്ക് വേണ്ടി, രാജ്യ പുരോഗതിക്ക് വേണ്ടി നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന വളരെ വലിയ ശക്തരായിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് നമ്മളെന്നൊരു ബോധം നിങ്ങൾക്ക് വേണ്ട. അതുവഴി വളരെ പ്രൗഡായിട്ട് മുഖത്ത് നോക്കി ഈ ഇൻഡസ്ട്രിയെ പറ്റി വ്യക്തമായി പറയാനുള്ള ബോധവും ആർജവും ധൈര്യമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ഇന്ന് ഈ ബിസിനസ് ലോകത്ത് അതിശക്തമായിട്ട് നടക്കാൻ പോകും. ഈ ബിസിനസ്സിലേക്ക് നിങ്ങൾ കൺവേർട്ട് ആകുമ്പോൾ നിങ്ങൾ വാങ്ങുന്ന ഒരു പേസ്റ്റ്, കോൾഗേറ്റ് ആയിക്കോട്ടെ, ക്ലോസപ്പ് ആയിക്കോട്ടെ, പെപ്സോഡന്റ് ആയിക്കോട്ടെ, എന്തും ആവട്ടെ, ആ ബ്രാൻഡിൽ നിന്ന് മാറി നിങ്ങളൊരു ഹെർബൽ പേസ്റ്റിലേക്ക് മാറുമ്പോൾ കമ്പനി നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരു അഡീഷണൽ ബെനിഫിറ്റ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നു, അല്ലെങ്കിൽ ഒരു ഡിസ്കൗണ്ട് ആസ്വദിക്കാൻ കഴിയുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നും വേണ്ട, സെയ്ദ് അലവി സാറാണ് എനിക്കൊരു പേസ്റ്റ് തന്നെങ്കിൽ സാർ എന്നോട് ആ പേസ്റ്റിനെ പറ്റി 5ഓളം ഗുണങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതിനു ശേഷം, ഞാൻ കൺവിൻസ് ആയതിനു ശേഷമാണ് ഹാപ്പി ആയിട്ടാണ് ഞാൻ ആ പ്രോഡക്റ്റ് വാങ്ങുന്നത്. ശരിയാണല്ലോ? സാർ പറയും, സുജേഷ് നിന്റെ പല്ലിലെ കറ മാറും, പല്ലിന്റെ പുളിപ്പ് മാറും, വായ്നാറ്റം വ്യത്യാസം വരും, ദന്തക്ഷയം മാറും, പല്ലിലെ മോണയിൽ നിന്ന് രക്തം വരുന്നത് മാറാനുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹം പറയുന്നു, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു പേസ്റ്റ് ആണ്, അതുകൊണ്ട് ഞാൻ നിങ്ങളെ സജസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എന്റെ സുഹൃത്തായിട്ടുള്ള സെയ്ദ് അലവിയെ തള്ളിക്കളയാൻ എനിക്ക് പറ്റില്ല. അതുവഴി ഞാൻ വാങ്ങുന്നു. അപ്പോ എന്താണ്, മാക്സിമം ഡിസ്കൗണ്ടിൽ വാങ്ങുന്നു, അതിനേക്കാൾ ഒരു ക്വാളിറ്റി ഉറപ്പ് വരുത്താൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ പേസ്റ്റ് വാങ്ങി ഉപയോഗിച്ചപ്പോ ഈ ഗുണങ്ങളൊക്കെ എനിക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞു. എന്റെ വീട്ടിൽ എന്റെ അമ്മക്കും എന്റെ പെങ്ങൾക്കെല്ലാം ഇത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ഫീഡ്ബാക്ക്, ഈ ഒരു റിസൾട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എന്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യുമ്പോൾ അവിടെ MRPക്ക് സെല്ല് ചെയ്യാനുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് കൂടെ കമ്പനി തരുന്നതുകൊണ്ട് ഒരു റവന്യൂ, ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറുമ്പോൾ ഡയറക്ട് സെല്ലിംഗ് വരുന്ന കാലഘട്ടത്തിന്റെ ബിസിനസ് ആണ്. വെൽനസ് ഇൻഡസ്ട്രി വരുന്ന കാലഘട്ടത്തിന്റെ ബിസിനസ് ആണെങ്കിൽ ഏറ്റവും വലിയ വിപണി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഡസ്ട്രി ഇവിടെ ഡെവലപ്പ് ആവും എന്നതിനെ പറ്റി ശക്തമായിട്ടുള്ള കണക്കുകളുമായിട്ട് സർക്കാർ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എത്രത്തോളം ഇതിന്റെ സാധ്യത മനസ്സിലാക്കിയിട്ടുണ്ട്? നിങ്ങളുടെ വാർഡ്, നിങ്ങളെ പഞ്ചായത്ത് വേണ്ട, നിങ്ങളുടെ വാർഡ് എടുത്ത് പരിശോധിക്കുക. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളിന്ന് കണ്ണടച്ച് നോക്കുക. നിങ്ങളെ വാർഡിൽ ഒരു 200 250 വീടുകൾ ഉണ്ടാവും. ശരിയല്ലേ? നിങ്ങളെ വീടിന് ചുറ്റും 20 വീടെടുത്ത് നിങ്ങൾ പരിശോധിക്കൂ. ഈ 20 വീട്ടിലും ഏത് പേസ്റ്റ് ആണ് ഉപയോഗിക്കുന്നത്? എല്ലാം നമ്മളെ ഹെർബൽ പേസ്റ്റ് ആണോ? അല്ല. വളരെ ചുരുങ്ങിയ വീടുകൾ മാത്രമേ ഉള്ളൂ സാർ. അവിടെ ഒരു സാധ്യത ഉണ്ടോ? ഉണ്ട്. ഇനി 250 വീടുള്ള ഒരു വാർഡ്, 1ാം വാർഡിലാണ് നിങ്ങളെങ്കിൽ ഈ 1ാം വാർഡിൽ ഡയറക്ട് സെല്ലിംഗ് ഒരു കരിയറായിട്ട് സെലക്ട് ചെയ്ത് എത്ര പേരുണ്ട് സർ? ആരുമില്ല സർ. സാധ്യതയുണ്ടോ? ഉണ്ടോ? ഇല്ലേ? ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് 2025 നിങ്ങൾ എന്ത് ലക്ഷ്യമായിട്ടാണോ ഈ ബിസിനസ്സിൽ ഇറങ്ങുന്നത്, അത് വിജയിക്കണമെങ്കിൽ, ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ ആദ്യം നിങ്ങളിൽ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റേണ്ട ഒരു ചിന്ത, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നൊരു ചിന്ത മാറ്റിയാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. ഞാൻ പറയുന്നു, ഇതൊരു MI ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒരു ബ്രഷ് പോലെയാണ്. ഒരു ചിത്രകാരന്റെ കയ്യിൽ ഒരു ബ്രഷും പെയിന്റും കിട്ടിയാൽ ആ വ്യക്തി മനോഹരമായ ചിത്രങ്ങൾ വരക്കുന്ന പോലെ ഈ ബിസിനസ്സിൽ ഈ ഒരു MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ജീവൻ മനോഹരമായി വരക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം MI ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് നമുക്ക് ഒരുക്കിയിട്ടുണ്ട്.
അത് ശക്തമായ ലീഡേഴ്സ് ആയിട്ട്, പ്രോഡക്റ്റ് ആയിട്ട്, സാമ്പത്തിക ഭദ്രതയുള്ള അടിത്തറയുള്ള എക്സ്പീരിയൻസ് ഉള്ള മാനേജ്മെന്റ് ആയിട്ടൊക്കെ നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ആ ബ്രഷ് എടുത്തോളൂ, വരച്ചോളൂ, വരുന്ന 1, 2, 3 വർഷം കൊണ്ട് ജീവിതം തന്നെ മാറ്റാൻ കഴിയുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് MA ലൈഫ് സ്റ്റൈൽ. എന്തിനു നമ്മൾ മടി കാണിക്കണം? നമ്മൾ സമൂഹത്തിൽ മോശപ്പെട്ട പ്രവൃത്തിയാണോ ചെയ്യുന്നത്? ഇന്ന് ഏറ്റവും കൂടി ജാമ്യം കിട്ടാതെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന എന്തെങ്കിലും കച്ചവടമാണോ നമ്മൾ ചെയ്യുന്നത്? കൃത്യമായി ടാക്സ് എഴുതി കൃത്യമായിട്ട് സർക്കാരിന് റവന്യൂ കൊടുത്തല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത്? ഇനി നമുക്കൊരു വരുമാനം കിട്ടുന്നതിനൊക്കെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുടെ പ്രയാസങ്ങളെ നമുക്ക് മാറ്റി കൊടുക്കാൻ കഴിയുന്നില്ലേ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്? ശരിയാണല്ലോ. എന്തിനേറെ പറയുന്നു, അത്ഭുത കലവറകൾ എന്ന് പറയുന്ന നമ്മളെ പ്രിയപ്പെട്ട ഉമർ സാറിന്റെ ഒരു യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ടെലഗ്രാം ചാനൽ കയറിയാൽ തന്നെ പോരെ ആയിരക്കണക്കിന് വീഡിയോസ് കാണുന്നില്ലേ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച്? അവരുടെ പ്രാർത്ഥന മാത്രം പോരെ നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ? ശരിയാണല്ലേ? എന്തിന് നമ്മൾ മാറി നിൽക്കണം? ഈ ബിസിനസ്സിൽ 2 കാറ്റഗറി ആളുകൾ വിജയിക്കില്ല. എപ്പോഴും ഞാൻ പറയുന്ന കാര്യം, എന്നോടും ഞാൻ പറയാറുണ്ട്, കാണുന്നവരെല്ലാവരോടും ഞാൻ പറയാറുണ്ട്. 2 കാറ്റഗറി എന്ന് പറയുന്നത്, തന്റെ പ്രവർത്തനം കൊണ്ട് തന്റെ അപ്ലൈന് വരുമാനം കിട്ടുന്നു എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയോട് വിജയിക്കില്ല. രണ്ടാമത്തെ ഒരു കാറ്റഗറി, പറഞ്ഞാൽ അനുസരണയില്ലാത്തവരും വിജയിക്കില്ല. 2 കാറ്റഗറി ഓർമ്മയിൽ വെച്ചോ. പച്ച തൊടില്ല. ചിലപ്പോൾ നിങ്ങൾ ഡിസ്ട്രിബ്യൂട്ടർ വന്നിട്ട് തർക്കിക്കും, ഷൗട്ട് ചെയ്യും, അനങ്ങാതിരിക്കുക, ഒന്ന് തണിയട്ടെ. മനസ്സിലായ? അതേ ആവേശം നിങ്ങൾ പ്രതികരിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾ നാവിൽ എന്തെങ്കിലും ഒന്ന് വീണു പോയാൽ ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുകയും ആ വ്യക്തി നമ്മളിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യും. ശരിയാണല്ലേ? അപ്പൊ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഒരു വ്യക്തിയുടെ അടുത്ത് സംസാരിക്കുമ്പോൾ 2 വട്ടം ആലോചിക്കണം. നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങൾക്കോ കേൾക്കുന്ന അവനോ എന്തും ഗുണമുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കണം. ശരിയാണല്ലേ? അപ്പം നമ്മൾ ഈ ബിസിനസ്സിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും 2 വട്ടം ഒന്ന് ആലോചിക്കണം. കാരണം നിങ്ങളുടെ അസറ്റാണ് നമ്മുടെ ടീം. എന്റെ അസറ്റാണ് എന്റെ ടീം. ആ ടീമിനെ നഷ്ടപ്പെടുത്താൻ എളുപ്പം കഴിയും, ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പൊ നിങ്ങളെ വികാരങ്ങളെ, നിങ്ങളെ ആ ഒരു ഇതൊക്കെ ഒന്ന് പിടിച്ചു നിർത്താൻ നമുക്ക് പോയി കഴിയണം. 2 കൈ അടിച്ചാലേ ഒച്ച ഉണ്ടാവുള്ളൂ, 1 കൈ അടിച്ചാൽ ഒച്ച ഉണ്ടാവില്ല. ശരിയല്ലേ? അപ്പൊ അതവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കണം. 1 man 1 ഇൻഡസ്ട്രി ആണ് ഈ ബിസിനസ്. ശരിയാണല്ലേ? ഒരു വ്യക്തി ഒരു വ്യവസായമാണ്. ആരിലും നിങ്ങൾ ഒരു ലീഡറെ കാണണം. ആരും നിങ്ങൾ വേർതിരിക്കണ്ട. മാക്സിമം സപ്പോർട്ട് കൊടുക്കുക. ആവശ്യമുള്ള കയറി വന്നോളൂ. നമ്മൾ ഓരോ ആളുകളും നന്ദിയുള്ളവരാവുക എന്നുള്ളതാണ് ഈ ഇൻഡസ്ട്രിയിൽ ഏറ്റവും ആദ്യം നമ്മൾ ശീലിക്കേണ്ടത്. നന്ദിയുള്ളവരാവുക. ഒരു സ്പോൺസർ ഇല്ലെങ്കിൽ നമ്മുടെ അച്ഛനോടും അമ്മയോടും നമ്മളുള്ള നന്ദി, കടപ്പാട് നമ്മൾ ആ വ്യക്തികൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടായത്. ആണോ അല്ലേ? അതേപോലെ എന്റെ സ്പോൺസറുടെ മൈൻഡ് സെറ്റിൽ, ചിന്തയിൽ എന്റെ പേര് ആ ഒരു ലിസ്റ്റിൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ MA ലൈഫ് സ്റ്റൈൽ ഉണ്ടായത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്റെ രക്ഷിതാക്കാർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ കടപ്പാട് ഇന്ന് ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് ബെൽനി MM താമരശ്ശേരിയോടെയാണ്. അതൊരു നന്ദി പ്രകടനമാണ്, വെറുതെ പറഞ്ഞല്ല. നന്ദിയുള്ളവരാകുക. ഈ ഇൻഡസ്ട്രിയിൽ കോടികൾ നിങ്ങൾ ഉണ്ടായിരിക്കും. 1 ഉറുപ്പ്യ നിങ്ങൾ ലീഡർക്ക് 1 ഉറുപ്പ്യ നിങ്ങൾ കൊടുക്കണ്ട. പക്ഷെ നന്ദികേട് കാണിക്കാതിരിക്കുക, നന്ദിയുള്ളവരാകുക. അപ്പം റിലേഷൻഷിപ്പ്, കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെ വേണം? 1, അപ്ലൈനുമായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഞാനിത് പറയുമ്പോൾ ചില ആൾ വിചാരിക്കും, ഓ സാറേ ഞാൻ എന്റെ ലീഡർ അടുത്ത് അങ്ങനെയൊക്കെ കാണിച്ചു, സോറി. 2025 നിങ്ങൾക്ക് പുതിയ തീരുമാനങ്ങൾ എടുക്കാലോ. 2025 ആദ്യം എടുക്കുന്ന തീരുമാനം എഴുതി വെച്ചോ. ഞാൻ എന്റെ ലീഡറായിട്ട് നല്ല ഒരു സൗഹൃദത്തിൽ, അവരുടെ ഫാമിലി ആയിട്ട് നല്ല ഒരു അറ്റാച്ച്മെന്റിൽ, സ്നേഹത്തോടു കൂടെ രാവിലെ ഏർലി മോർണിംഗ് ഒരു കോൾ ചെയ്യാതെ എന്റെ പ്രവർത്തനത്തിൽ ഞാൻ ഇറങ്ങില്ല. എഴുതി വെച്ചോ. ഗ്യാരണ്ടി നിങ്ങളുടെ ജീവിതം മനോഹരമായിരിക്കും. ഒരു തർക്കമില്ലാത്ത കാര്യം.